വീടെന്ന് പറയുന്നത് മലയാളിക്കൊരു അഹങ്കാരമാണ് അല്ലേ? ആ അഹങ്കാരത്തിന് വേണ്ടി എത്രയധികം പണം മുടക്കാനും നമുക്ക് ഒരു മടിയുമില്ല. എന്നാൽ ആ അഹങ്കാരം പലരെയും പല കെണികളിലും കൊണ്ടെത്തിക്കും. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണിത്. ഇദ്ദേഹം ഒരു വീടിന് വേണ്ടി ഇത്രമാത്രം റിസ്ക് എടുത്തു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ഈ സുഹൃത്ത് കാനഡയിലേക്ക് കുടിയേറിയത് 2021 കാലഘട്ടത്തിലാണ്. ഇദ്ദേഹവും ഭാര്യയും മക്കളുമാണ് കാനഡയിലേക്ക് വരുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഇവരുടെ തുടക്കം ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലാണ്. ഈ ബേസ്മെൻറ്റ് പലരും വാടകയ്ക്ക് കൊടുക്കും. കാരണം ഒരു എക്സ്ട്രാ വരുമാനമായിട്ട് നമുക്ക് കുറച്ച് വാടക മാസം മാസം ലഭിക്കും. പക്ഷേ ഈ ബേസ്മെൻറ്റിൽ അങ്ങനെ ആരും താമസിക്കില്ല. കാരണം എപ്പോഴും ഒരു അന്ധകാരത്തിൽ ജീവിക്കുന്ന പോലെയാണ്. ഇരുട്ടും ഭൂമിക്കടിയിലാണ്. പുറത്തേക്ക് നേരിട്ടിറങ്ങാൻ വാതിലുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ജനാലകളൊക്കെ വളരെ ചെറുതാണ്. അതിലൂടെ പുറത്തേക്ക് കാണാൻ പോലും പറ്റില്ല. കാരണം പല വീടുകളിലും ഈ ഭൂമിക്കടിയിലായതുകൊണ്ട് തന്നെ ഈ ജനലിൻ്റെ ഭാഗം ഇങ്ങനെ കുഴിച്ചിട്ട് ഈ ചുറ്റും ഒരു അലുമിനിയം ഫ്രെയിമൊക്കെ വെക്കും. അതായത് ഒരു അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ഫീലാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള ഒരു രാജ്യമായ കാനഡയിലേക്ക് വരുന്ന ഒരു കുടിയേറ്റക്കാരന് ഈ പറയുന്ന ചോയ്സ് ഒന്നുമില്ല. അവൻ്റെ മുന്നിൽ പണം ലാഭിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലായും കുടിയേറ്റക്കാരാണ് ഇതുപോലുള്ള രീതിയിൽ ജീവിക്കുന്നത്. ഇവനും ഇതുപോലെ ഒരു ബേസ്മെൻറ്റ് വാടകയ്ക്ക് എടുക്കുകയാണ്. അവിടെയാണ് ഇവരുടെ തുടക്കം. അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. കുടിയേറുന്ന എല്ലാ മലയാളിയുടെയും ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീട് ആ നാട്ടിൽ വാങ്ങണം എന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹം ഇവൻ്റെ തലയിലും ഉദിക്കുകയാണ്. നമ്മളെല്ലാവരെയും പോലെ അവൻ്റെ ആഗ്രഹം അവൻ സുഹൃത്തുക്കളോട് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിൽ വെച്ച് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ അത് കേൾക്കുകയാണ്. എല്ലാവരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നു നീ പുതിയ വീട് വാങ്ങണം, ചിലവർ പറയുന്നു നീ പഴയ വീട് വാങ്ങണം. അങ്ങനെ ഇവനാകെ കൺഫ്യൂഷനായി. ഇവന് എന്നോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നിനക്ക് വീടിൻ്റെ ക്വാളിറ്റിയിലാണ് താല്പര്യമെങ്കിൽ നീ ഒരു പഴയ വീട് വാങ്ങുക. സൗകര്യമാണ് നിനക്ക് വേണ്ടതെങ്കിൽ പുതിയ വീട് വാങ്ങുക. കാരണം പഴയ വീടിന് സൗകര്യങ്ങൾ എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവൻ പറയുന്നത് എനിക്ക് സൗകര്യം വേണം, മുറികൾക്കൊക്കെ വലിയ വലിപ്പം വേണം, പുതിയ ഫാഷനിലുള്ള നല്ല സുന്ദരമായൊരു വീട് എനിക്ക് വാങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു എടാ നീ പഴയ വീട് മേടിക്കുകയാണെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് നെയ്ബർഹുഡിലാണ് നീ വീട് വാങ്ങുന്നത്. അവിടെ എല്ലാ സൗകര്യങ്ങളും കാണും, ഒരു ടൗൺ സെൻറ്ററൊക്കെ കാണും. അതുകൊണ്ട് പഴയ വീടിനാണ് ഭാവിയിൽ മാർക്കറ്റ് വാല്യൂ കിട്ടാൻ സാധ്യതയുള്ളത്. ഈ പുതിയ വീടുകൾ അല്ലെങ്കിൽ പുതിയ നിർമ്മിതികൾ എന്നൊക്കെ പറയുന്നത് ടൗണിന് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ടൗണിനകത്താണെങ്കിൽ തന്നെ അവിടെ പല സംവിധാനങ്ങളും നിർമ്മിച്ചെടുക്കണം. അവിടെ അടുത്ത് ചിലപ്പോൾ ഒരു സ്റ്റോർ കാണാം, അങ്ങനെയൊക്കെ കാണാം. ചില സ്ഥലങ്ങളിൽ അതൊന്നും കാണില്ല, കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും. കാരണം ഇപ്പോൾ ലാൻഡ് വാല്യൂ കൂടുതലാണ്. ഈ ലാൻഡിൻ്റെ വില കൂടുന്തോറും ബിൽഡേഴ്സും ഡെവലപ്പേഴ്സും ഒക്കെ ടൗണിന് പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയി വീട് മേടിച്ചു കഴിഞ്ഞാൽ നിനക്ക് യാത്രകളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഈ പുതിയ കൺസ്ട്രക്ഷൻ വീടുകൾക്ക് ആകെപ്പാടെ 10 വർഷമാണ് വാറണ്ടി ഉള്ളത്. ഈ 10 വർഷം കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് പോലും നമുക്കറിയില്ല. 1980 1990 ശേഷം പണിഞ്ഞ വീടുകൾ നല്ല പക്ക ക്വാളിറ്റിയാണ്, ഹൈ ക്വാളിറ്റി, നല്ല സേഫ്റ്റിയുള്ള വീടുകളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എടാ നമുക്ക് അങ്ങനെ ഒരു വീട് വാങ്ങിയാൽ പോരെ. ഇവന് എന്ത് ചെയ്താൽ അത് സമ്മതിക്കില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവൻ തല കുലുക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ മുഖത്ത് എന്തോ ഒരു അതൃപ്തി ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിർത്തി. ഈ പുതിയ വീടുകൾ വാങ്ങണം എന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഇവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരും, ഒരു സന്തോഷം വരും. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ പുതിയ വീടേ വാങ്ങുകയുള്ളൂ. ശരി, അവൻ്റെ സന്തോഷം, അവൻ്റെ ഇഷ്ടം, അവൻ്റെ പണം, അവൻ്റെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും സന്തോഷം. അങ്ങനെ ഞങ്ങളെല്ലാവരും പറഞ്ഞു ശരി നിൻ്റെ ഇഷ്ടം പോലെ പുതിയൊരു വീട് വാങ്ങുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ബിൽഡറിനെ കണ്ടുപിടിക്കണമെന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഇവൻ പല സ്ഥലങ്ങളിലും പോകുന്നു, പല ബിൽഡേഴ്സിനെയും കാണുന്നു. ഈ ബിൽഡേഴ്സ് വീട് പണിയുന്നത് നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ ബിൽഡേഴ്സ് ഒരു വലിയ ലാൻഡിങ് വാങ്ങും. ആ ലാൻഡ് വാങ്ങിയതിന് ശേഷം അവിടെ വാട്ടർ കണക്ഷൻ, അവിടെ റോഡുകൾ, ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ്, ഇങ്ങനെയുള്ള ബേസിക് യൂട്ടിലിറ്റീസ് ആദ്യം കൊണ്ടുവരും. അങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവന്നതിന് ശേഷം ഈ സ്ഥലങ്ങൾ പ്ലോട്ടുകളായിട്ട് തിരിക്കും. ആ ഓരോ പ്ലോട്ടിലേക്കും വഴികൾ വിട്ടും. ഏറ്റവും നല്ല പ്ലോട്ടുകൾ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ റോഡിൽ നിന്നും മാറി ഒതുങ്ങിയിരിക്കുന്ന പ്ലോട്ടുകളായിരിക്കും. ഇവിടെ അങ്ങനെയാണ്. നമ്മുടെ നാട് പോലെയല്ല. നമ്മുടെ നാട്ടിൽ റോഡിനോട് ചേർന്നിരിക്കുന്ന പ്ലോട്ടിനായിരിക്കും ഏറ്റവും വില. കാരണം നമുക്ക് വഴി ആക്സസ് ആണ് പ്രധാനം. ഇവിടെ അങ്ങനെയല്ല. എല്ലാ വീടിനും ഏത് വീട് എവിടെ ഇരുന്നാലും അതിൻ്റെ മുന്നിൽ കാറെത്തും. അതുകൊണ്ട് വഴി ആക്സസ് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. വഴി എന്താണെങ്കിലും വീടിൻ്റെ മുമ്പിൽ വരെ എത്തുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മാറി പുറകിലേക്ക്, ഈ കൾഡീസാക്ക് എന്നാണ് ഇതിന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു ഒഴിഞ്ഞ കോണിലൊക്കെ ഇരിക്കുന്ന വീടുകൾക്കായിരിക്കും നല്ല വില.
അങ്ങനെ ഇവനും ഒരു ഒഴിഞ്ഞ കോണ് തപ്പി അതിഗംഭീരമായ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. നല്ല വിലയുള്ള പ്ലോട്ടാണ്. ഈ പ്ലോട്ട് ഇരിക്കുന്നത് വളരെ സുന്ദരമായൊരു സ്ഥലത്താണ്. ഇതിൻ്റെ പുറകിൽ കാടാണ്. ഈ കാട്ടിൽ ഓക്ക് ട്രീസും മേപ്പിൾ ട്രീസും ഒക്കെ ഇങ്ങനെ അതിഗംഭീരമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിസുന്ദരമായൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഈ പ്ലോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടിക്കേറി എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയാണ്. ഈ പ്ലോട്ടിൽ പണിയുന്ന വീട് $8,50,000 ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. 10% അഡ്വാൻസും കൊടുക്കുകയാണ്. ആൾ ഭയങ്കര ഹാപ്പിയായി. ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എടാ, നീ അഡ്വാൻസ് കൊടുത്തോ? നീ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചായിരുന്നോ? ആരാണ് ബിൽഡർ? ഈ ബിൽഡറിൻ്റെ ഹിസ്റ്ററി എന്താണ്? എത്രമാത്രം വീടുകൾ അദ്ദേഹം പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഈ കാര്യങ്ങളൊക്കെ നീ അന്വേഷിച്ചോ? ആ, തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ അന്വേഷിച്ചു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ കോൺട്രാക്റ്റ് ഒപ്പിട്ട് കൊടുത്തത്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് അന്വേഷിച്ച്? ഞാൻ റെഡിറ്റിൽ നോക്കി, ഇൻ്റർനെറ്റിൽ നോക്കി, ഗൂഗിൾ റിവ്യൂ നോക്കി. ഇതൊക്കെയാണ് അന്വേഷണം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ആരെയെങ്കിലും വിലയിരുത്തണമെങ്കിൽ, പ്രത്യേകിച്ച് കാനഡ, ഓസ്ട്രേലിയ, UK ഇങ്ങനെയുള്ള നാടുകളിൽ കോൺട്രാക്ടേഴ്സിനെ വിലയിരുത്തണമെങ്കിൽ നിങ്ങൾ അവർ ചെയ്ത വർക്ക് പോയി കണ്ടതിന് ശേഷം ആ ഹോം ഓണറിൻ്റെ അഡ്വൈസ് തേടുക. അവരുടെ റഫറൻസ് ലെറ്ററൊക്കെ ചോദിക്കുക. അങ്ങനെ ലെറ്റർ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല കോൺട്രാക്ടറാണ് എന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ആ ശരി, നീ സാറ്റിസ്ഫൈഡ് ആണല്ലോ, അത് മതി. നമ്മൾ ഒരുപാടങ്ങ് ഉപദേശിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മൾ പറയുന്നത് ആരെങ്കിലും ചെവിക്കൊണ്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നമ്മുടെ അഭിമാനത്തിന് നല്ലത്. സുഹൃത്താണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് അത് ചെയ്യേ ഇത് ചെയ്യേ എന്നും പറഞ്ഞ് ഉപദേശിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഉപദേശിക്കുക എന്ന് പറയുന്നത് പലരും ഒരു ഫ്രീ സർവീസായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഒരു വ്യക്തി ഉപദേശിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ അറിവുണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായിരിക്കണം. ആ അനുഭവത്തിൽ നിന്നാണ് അവർ പാഠം പഠിച്ച് മറ്റുള്ളവരോട് അഭിപ്രായം പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അഭിപ്രായം പറയുകയോ ആർക്കെങ്കിലും നല്ല ഉപദേശമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെ അമ്മാവൻ വൈബ് എന്നൊക്കെയാണ് പറയുന്നത്. തന്ത വൈബ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ സ്വന്തം സുഹൃത്തിൻ്റെ വായിൽ നിന്നും തന്ത വൈബ് എന്നൊരു വിളി കേൾക്കേണ്ട എന്നുള്ളത് കൊണ്ട് കൂടുതലൊന്നും ഞാനും പറഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം ഇവൻ വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വീട്ടിൽ വരുന്നു, ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈഫും ഇവൻ്റെ വൈഫും കൂടെ അടുക്കളയിൽ ഇരുന്ന് എന്തോ സംസാരിക്കുകയാണ്. ഞങ്ങൾ TV വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ തറയിലിരിക്കുന്നു. ഞങ്ങളൊരു സൈഡിൽ കൗച്ചിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവൻ പറയുകയാണ്, ഞാൻ ഒരു 10% കൂടെ ഞാൻ ഡെപ്പോസിറ്റ് കൊടുത്തു. എന്നെ ആ കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ സൈൻ ചെയ്ത പ്ലോട്ട് ഒരു പ്രൈം ലൊക്കേഷനാണ്, ഒരു പ്രൈം പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. നിങ്ങൾ ഈ 10% അഡ്വാൻസ് തന്നിട്ട് അവിടെ വീട് പണിയുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ടൊരു 10% കൂടെ അഡ്വാൻസ് തരണം. ഞാൻ അവർക്ക് 10% കൂടെ പണം കൊടുത്തു. ഞാൻ ചോദിച്ചു, നീ എന്ത് പണിയാണ് കാണിച്ചത്? കാരണം നീ വാങ്ങാൻ പോകുന്നത് ഒരു ഡീറ്റാച്ച്ഡ് ഹൗസാണ്. ഡിറ്റാച്ച്ഡ് ഹൗസുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രീ കൺസ്ട്രക്ഷൻ ഡിപ്പോസിറ്റിൻ്റെ വെറും 10% മാത്രമേ സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉള്ളൂ. നീ എന്തിനാണ് 20% കൊടുത്തത്? അപ്പോൾ അവൻ പറയുകയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്കാളെ വിശ്വാസമാണ്, വളരെ നല്ല മനുഷ്യനാണ്, എന്നോട് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ എനിക്കറിയാം, വളരെ തങ്കപ്പെട്ട മനുഷ്യനാണ്, ഞാൻ കൊണ്ട് കൊടുത്തു. കാരണം അവർ പറയുന്നു പ്രൈം പ്ലോട്ടാണ്, അല്ലെങ്കിൽ അവർ അത് മറ്റാർക്കെങ്കിലും മറിച്ചു കൊടുക്കും, ഞങ്ങളുടെ ഡിപ്പോസിറ്റ് തിരിച്ചു തരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും കൊടുക്കാൻ സാധിക്കില്ല, കാരണം ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ടതാണ്. പക്ഷെ ഇവന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവന് 20% ഡിപ്പോസിറ്റ് കൊടുക്കുകയാണ് ആ വീടിന് വേണ്ടി. സാധാരണയായിട്ട് വീട് പണി തുടങ്ങി ഒരു പകുതിയെങ്കിലും പണിഞ്ഞ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അടുത്ത 10% അഡ്വാൻസ് കൊടുക്കുന്നത്. പക്ഷേ അവൻ പറയുന്നത് അയാൾ റെപ്യൂട്ടറാണ്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ടെൻഷനൊന്നുമില്ല, എൻ്റെ ഒരു സുഹൃത്തും അവിടെ ഒരു വീട് വാങ്ങുന്നുണ്ട്, ആ പ്ലോട്ടിനും ഇതുപോലെ 20% അഡ്വാൻസ് തുക കൊടുത്തിട്ടുണ്ട്. ഈ 20% എന്ന് പറയുന്നത് $1,70,000 കനേഡിയൻ വരും. ഈ വീടിൻ്റെ വില ഏകദേശം $8,50,000 ആണ്. അതിൻ്റെ 10% എന്ന് പറയുന്നത് $85,000. പിന്നെ ഒരു അടുത്ത 10% $85,000 വീണ്ടും കൊടുക്കുകയാണ്. അങ്ങനെ $1,70,000 ആണ് പണിയാത്ത വീടിന് അഡ്വാൻസ് തുകയായി കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ പണം കണ്ടെത്തിയത്? അവൻ പറഞ്ഞു, നാട്ടിലുള്ള എൻ്റെ സ്ഥലം ഞാനങ്ങ് വിറ്റു. ഓക്കെ, അത് വലിയ കുഴപ്പമില്ല. കാരണം നാട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം വിറ്റ് ഇവിടെ വീട് മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല.
കാരണം ഇവിടെയും വീട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് 2022 വരെ ഒരു അസറ്റായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. കാരണം വീടുകളിലെ വില ഓരോ ദിവസം കഴിയുന്തോറും ദേ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വലിയ തിരക്കേടില്ല, നല്ല വില കിട്ടിയോ സ്ഥലത്തിൻ്റെ നാട്ടിൽ? സ്ഥലത്തിന് അത്യാവശ്യം വിലയുണ്ട്, കോട്ടയം ഏരിയയൊക്കെയാണ്, ആ ഭാഗത്തൊക്കെ അത്യാവശ്യം വിലയുണ്ട്, മാന്യമായ വില കിട്ടി, അത്ര വലിയ വില കിട്ടിയില്ല, എന്നാലും മാന്യമായ വില കിട്ടി. ഞാൻ പറഞ്ഞു സന്തോഷം, ഏതായാലും നിനക്ക് ലോണൊന്നും എടുക്കേണ്ടി വന്നില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് വട്ടിപ്പലിശയും ബ്ലേഡും ഒക്കെ ഉള്ളത് എന്നാണ് നമ്മൾ മലയാളികളുടെ ഒരു വിചാരം. പക്ഷേ ഒരു സത്യം പറയട്ടെ, കാനഡയിലുമുണ്ട്. ചില കമ്പനികൾ 35% മുതൽ 50% വരെ പലിശ ഈടാക്കുന്ന ഫൈനാൻഷ്യൽ കമ്പനികൾ കാനഡയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ പലിശ ഈടാക്കുന്നതിൽ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ തന്നെ 22% തുടക്കം. അപ്പോഴാണ് 35 മുതൽ 50% വരെ പലിശ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോൺ സംവിധാനങ്ങളും കാനഡയിലുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും പോയി തല വെച്ച് കൊടുക്കരുത്. എന്താണെങ്കിലും ഇവൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവൻ പണം കണ്ടെത്തിയിരിക്കുന്നത് നാട്ടിലെ ഉള്ള സ്ഥലം വിറ്റിട്ടാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ സുഹൃത്ത് വളരെ സന്തോഷവാനാണ്, ജോലിക്ക് പോകുന്നു, ഒരു കുഴപ്പങ്ങളുമില്ല, ഹാപ്പിയാണ് ജീവിതം. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഈ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരം ഇവരുടെ ബിൽഡർ ഇവരെ അറിയിക്കുകയാണ്. അവർക്ക് എന്തൊക്കെയോ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ഇവൻ്റെ നെഞ്ചിൽ തീ കാളുകയാണ്. കാരണം 20% അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. ഇവന് അവരെ പോയി കാണുകയാണ്. അവർ പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ വീട് പണിഞ്ഞ് പൂർത്തിയാക്കും, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സാവകാശം തരണം. ഈ കോൺട്രാക്റ്റ് എഴുതിയിരിക്കുന്നത് 6 മാസത്തേക്ക് എങ്ങാണ്ടാണ്. ഈ 6 മാസം എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ വീട് പണിയുക എന്ന് പറയുന്നത് ഒരു 180 ദിവസമൊക്കെ മതി. വളരെ പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ തീരും. അത്ര വലിയ പണിയൊന്നുമില്ല, എല്ലാം തടിയാണ്, പടപടാന്ന് പണി തീരും. നാട്ടിലെ പോലെ കട്ട വെച്ച് വളരെ ക്വാളിറ്റിയോടെ നല്ല വീടെന്ന് പറഞ്ഞാൽ വീട് അത് നമ്മുടെ നാട്ടിലാണ്. ഇവിടെ വീടെന്ന് പറയാൻ സാധിക്കില്ല. കൂടുതലും തടിയും പ്ലാസ്റ്റിക്കും ഫൈബറും ജിപ്സം ബോർഡും ഒക്കെ വെച്ച് ഒരു ഒട്ടിരി വീട് എന്നാണ് ഞാൻ തമാശയ്ക്ക് പറയാറുള്ളത്. അങ്ങനത്തെ ഒരു വീടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെയുള്ള വീടുകൾ 100 വർഷവും 50 വർഷവും ഒക്കെ നിലനിൽക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള വീടുകൾക്ക് ഹൈ മെയിൻ്റനൻസ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ വീടിൻ്റെ റൂഫ് എടുത്തു കഴിഞ്ഞാൽ ഓരോ 8 വർഷം കൂടുന്തോറും ഇത് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസ് തുടർച്ചയായി സമയക്രമത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീടുകൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് എപ്പോഴേ താഴെ പോയേനെ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഈ ബിൽഡർ ഇവനെ വീണ്ടും അറിയിക്കുകയാണ്, സമയത്തിന് ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു. പിന്നെ പതിയെ ഈ ബിൽഡറെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ എടുക്കാതെയായി. അയാളുടെ ഭാഗത്ത് നിന്ന് ഇമെയിൽസ് വരാതെയായി. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് തന്നെ ഇല്ലാതെയായി. ആ കമ്പനിയുടെ വെബ്സൈറ്റിലോട്ട് കയറുമ്പം പേജ് നോട്ട് ഇൻ സർവീസ് എന്ന് എഴുതി കാണിക്കും. ഇവനാകെ ഭയപ്പെട്ടു. ഇവനെന്നല്ല, ആരാണെങ്കിലും ഭയപ്പെടും. 1,70,70,000 കനേഡിയൻ ഡോളറാണ് ഡിപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത്. നാട്ടിലെ ഏകദേശം 1 കോടി രൂപയ്ക്കടുത്ത് വരും. ആരാണെങ്കിലും ഭയപ്പെടും. ഇവനാകെ പേടിച്ചു. ഇവൻ എന്നെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇത് കാനഡയാണ്, നമുക്ക് അയാളെ കണ്ടുപിടിക്കാനോ അയാളുടെ വീട്ടിൽ പോയി ബഹളം വയ്ക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളകത്ത് പോകും. കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഒരു സുഹൃത്തുണ്ടെന്നല്ലേ പറഞ്ഞത്, അവനോട് സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾ ലീഗലായിട്ട് ഈ ബയേഴ്സിനെ എല്ലാം കൂട്ടി ലീഗലായിട്ട് ഒരു കേസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഈ മുൻകൂട്ടി പണം കൊടുത്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ഈ വ്യക്തികളെല്ലാവരും കൂടെ ഈ ബിൽഡറിനെതിരെ കേസ് കൊടുക്കുകയാണ്. അവിടെ മറ്റൊരാളും കൂടെ കേസ് കൊടുക്കുന്നുണ്ട്. ആരെന്ന് മനസ്സിലായോ? ഈ ബിൽഡറിന് വലിയ തുക ഒരു ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. ആ ലോൺ തുക ഉപയോഗിച്ചാണ് ഈ ബിൽഡർ ഇവിടെ കൺസ്ട്രക്ഷനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സ്ഥലം വാങ്ങുന്നതും വീടുകൾ പണിയുന്നതും എല്ലാം ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ ആ ബാങ്ക് ഈ കേസിൻ്റെ ഭാഗമാണ്. ഈ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഈ ബിൽഡർ പണം വാങ്ങിയ വ്യക്തികൾ ഈ കേസിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഇതൊരു വലിയ കേസ് കെട്ടായിട്ട് മാറുകയാണ്. അങ്ങനെ കോടതി ഇടപെടുകയാണ്. മാസങ്ങളോളം ഇതിൻ്റെ പുറകെ കേസ് കളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കേസിന് പണം വേണം, വക്കീലിന് പണം കൊടുക്കണം, അത് മറ്റൊരു ചിലവാണ്. ഇവൻ്റെ കയ്യിലുള്ള പണം പതിയെ തീരുകയാണ്. ഓർക്കണം, നാട്ടിലുള്ള ഭൂമി വിറ്റാണ് ഇവിടേക്ക് പണം എത്തിച്ചത്. ആ പണമാണ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി പണവും കിട്ടുന്ന ശമ്പളവും ഒക്കെയാണ് ഈ കേസ് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ജീവിതം ആകെ കഷ്ടത്തിലായിരിക്കുകയാണ്.
അങ്ങനെ കുറേ നാളുകൾ കേസ് കളിച്ചതിന് ശേഷം ഈ അടുത്ത് അവർക്കൊരു വിധി കിട്ടി. ഈ പ്രോപ്പർട്ടി, ഈ പ്രോജക്റ്റ് ഒരു റിസീവറെ ഏൽപ്പിക്കുക. ആ റിസീവർ ഇടനിലക്കാരനായിട്ട് നിന്ന് പുതിയൊരു ബിൽഡറെ കൊണ്ട് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കുക. അതിനുശേഷം ഈ വീട് വാങ്ങാനായി കോൺട്രാക്റ്റ് സൈൻ ചെയ്ത വ്യക്തികൾക്ക് വീടുകൾ നൽകുക. ഇതാണ് വിധി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് പറയുമ്പോഴാണ് കാനഡയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വീണ്ടും മാസങ്ങളെടുത്ത് പുതിയ ബിൽഡർ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കിയാണ്. ഇവന് സന്തോഷമായി. കാരണം ഇത്രയധികം നാൾ കേസ് കളിച്ച് കാത്തിരുന്ന് അവസാനം ആഗ്രഹിച്ച വീട് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ബാങ്ക്, അതായത് ഈ $1,70,000 അഡ്വാൻസ് തുക കൊടുത്തിരിക്കുന്നത്, 20%. ബാക്കി 80% ഇവന് കാനഡയിലെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അങ്ങനെ ലോൺ എടുത്ത് ബാക്കി തുക പുതിയ ബിൽഡറിനെ ഏൽപ്പിച്ചാൽ മാത്രമേ ഈ വീട് ഇവൻ്റെ പേരിലേക്ക് മാറ്റി കിട്ടുകയുള്ളൂ. അവിടെ ചില നൂലാമാലകളുണ്ട്. ഇവന് ആദ്യം സൈൻ ചെയ്ത ആ $850,000 $8,50,000 ഈ വീട് വാങ്ങാം എന്നുള്ള കോൺട്രാക്റ്റ് ഇപ്പോഴും നിയമപരമായി പ്രാബല്യത്തിൽ നിലനിൽക്കുന്നതാണ്. അതായത് ഈ പുതിയ വീടിൻ്റെ വില, ബിൽഡറിന് കൊടുക്കേണ്ട തുക $8,50,000 അതിൽ നിന്ന് $1 പോലും കുറച്ച് ഈ വീട് ഇവന് ബിൽഡർ കൊടുക്കില്ല. അത് കഴിഞ്ഞ് ബാങ്ക് അപ്രൈസലിന് ആളെ വിടുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവന് ബാങ്കിൽ നിന്ന് ഒരു ഇമെയിൽ വരികയാണ്. ഞങ്ങൾ നിങ്ങളുടെ വീട് കണ്ടു, അതിൻ്റെ മാക്സിമം അപ്രൈസൽ വാല്യൂ എന്ന് പറയുന്നത് $6,00,000. ഇത് കേട്ടപ്പോഴേ ഇവൻ ഞെട്ടിപ്പോയി. കാരണം ഇവൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് പ്രകാരം ആ വീടിൻ്റെ വില $8,50,000. പക്ഷെ ബാങ്ക് പറയുകയാണ്, ഞങ്ങൾ ആ വീട് പോയി കണ്ടു, അതിന് $6,00,000 മതിപ്പ് വിലയുള്ളൂ. ഇവനാകെ ഭയപ്പെട്ടു. ഞങ്ങൾ സുഹൃത്തുക്കളെയെല്ലാം ഇവനൊരു പാർക്കിലേക്ക് വിളിക്കുകയാണ്. കാരണം ഇവൻ്റെ ഭാര്യയോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവനാകെ പേടിയാണ് അവരോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട്. ഞങ്ങൾ പാർക്കിലിരുന്ന് സംസാരിക്കുകയാണ്. പലരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞു, നീ ആ ബിൽഡറിനോടൊന്ന് സംസാരിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു കൺസെഷൻ അവർക്ക് ചെയ്യാൻ സാധിക്കുമോ. അങ്ങനെ ആ പാർക്കിൽ ഇരുന്നുകൊണ്ട് ഇവൻ ബിൽഡറെ വിളിക്കുകയാണ്. ഈ കോടതി നിയമിച്ച റിസീവർ ഈ കോൺട്രാക്ടർ മറ്റൊരു ബിൽഡറെയാണ് ഏൽപ്പിക്കുന്നത്. അത് റിസീവറിൻ്റെ ചോയ്സാണ്. കോടതിയുടെ അംഗീകാരപ്രകാരം അവർ കൊടുത്തിരിക്കുന്നത് മറ്റൊരു ബിൽഡറിനാണ്. പക്ഷേ നമുക്കറിയാം എങ്ങനെയാണ് ഈ ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന്. മറ്റൊരു ബിൽഡർ ആണെങ്കിൽ പോലും ഇതിൻ്റെ പുറകിൽ ആരാണ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ ബിൽഡർ പറയുകയാണ്, ഞങ്ങൾ ആ കോൺട്രാക്റ്റിൽ നിന്നും ഒരു തുക പോലും കുറച്ച് തരില്ല. അന്ന് നിങ്ങൾക്ക് സൈൻ ചെയ്ത കോൺട്രാക്റ്റ് അതാണ്. ആ കാലഘട്ടത്തിലെ ലാൻഡ് വാല്യൂവും മെറ്റീരിയൽസിൻ്റെ വിലയുമൊക്കെ വെച്ചാണ് അന്ന് ആ വില നിശ്ചയിച്ചത്. നിങ്ങൾ ആ വില തന്നെ നൽകണം. ഇവനാകെ കെണിയിലായി. നിങ്ങൾ ആ പറഞ്ഞ പണം നൽകി ഈ ഡീൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പുതിയ ബിൽഡർ പറയുകയാണ്. സത്യത്തിൽ ഇതങ്ങോട്ട് കേട്ടപ്പോഴേ ഇവൻ്റെ മുഖമാകെ ചുമന്ന് തുടുത്ത് പേടിച്ച് പരിഭ്രാന്തനായി ഞങ്ങളെ നോക്കി ഇങ്ങനെ സ്തംഭിച്ച് ഇരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? അവൻ ആ വിവരങ്ങൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അത് പറയുമ്പോൾ അവന് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അങ്ങനെ ഇവനൊരു വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ബാങ്കിൻ്റെ അപ്രൈസൽ വാല്യൂ എന്ന് പറയുന്നത് $6,00,000. അതിൻ്റെ 80% ഇവന് ലോണ് കിട്ടുന്നത്. അതായത് $4,80,000. ഇവൻ കൊടുത്തിരിക്കുന്നത് $1,70,000, 20% അഡ്വാൻസ് തുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ബാങ്ക് ലോണായി തരുന്ന $4,80,000 ഇവൻ ആദ്യം കൊടുത്ത 20% $1,70,000 കഴിച്ച് ഇനിയും വേണം $2,00,000. ഈ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ഇവന് യാതൊരു ധാരണയുമില്ല. ഇന്നും എൻ്റെ ആ സുഹൃത്ത് കേസ് കളിച്ച് മുന്നോട്ട് പോവുകയാണ്. അവൻ കൊടുത്ത പണം ഇതുവരെയും അവന് ആ ബിൽഡർ തിരികെ കൊടുത്തിട്ടില്ല. അതിന് പകരം ആ ബിൽഡർ മറ്റൊരു കേസ് കൊടുത്തു. നിയമപരമായ കോൺട്രാക്റ്റ് ഇവൻ ലംഘിച്ചു. ഇവൻ ഈ വീട് വാങ്ങിയില്ല. അതിലൂടെ എനിക്കുണ്ടായ നഷ്ടത്തിന് ഇവൻ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള കേസ് ഇവൻ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ചില ചതിക്കുഴികൾ. ഇതുപോലെയുള്ള ചതിക്കുഴികളിലൊന്നും പോയി പെടാതിരിക്കുക. എൻ്റെ ആ സുഹൃത്ത് ഇപ്പോഴും ആ ബേസ്മെൻറ്റിൽ കുടുംബത്തോടൊപ്പം സങ്കടത്തോടെ കഴിയുകയാണ്. ചിലപ്പോഴൊക്കെ പറയും, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് പോവുകയാണ്. മടുത്തു. കാരണം ഒരുപാട് പണം നഷ്ടപ്പെട്ടു. കേസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിലുണ്ടായിരുന്ന ആകെയുള്ള ഭൂമി വിറ്റൊഴിവാക്കി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ.
ഞാൻ ഈ കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാനായിട്ടാണ്. ഇത് കേൾക്കുക, മനസ്സിലാക്കുക, ഒരു കാര്യം ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിക്കുക. അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.